me Marina Joby. Again, welcome back to Soren Spicy. Soren Spicy's പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ നാടനായിട്ടുള്ള ഒരു കറിയാണ്. ഒരു കടല വരട്ടിയതിൻ്റെ റെസിപ്പി. നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ കടല വരട്ടിയെടുക്കാം. ചാറൊന്നുമില്ലാതെ നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് കഞ്ഞിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതുകൂടാതെ നമുക്ക് ചായയുടെ കൂടെ വൈകുന്നേരം സ്നാക്സ് ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഇത് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ കടല വരട്ടി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് അര ഗ്ലാസ് വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ വേവിച്ച വെള്ളം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് അധികം വെള്ളം ആവശ്യമില്ല. നമ്മൾ വരട്ടി എടുക്കുന്നത് കൊണ്ട് ഏകദേശം ഒരു അര ഗ്ലാസ് മുതൽ 3/4 ഗ്ലാസ് വരെ വെള്ളം മതിയാവും. അപ്പോൾ ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്ത കടലയാണ്. അപ്പോൾ നമ്മൾ കടല വേവിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ടതൊന്ന് ഉടഞ്ഞ് വരുന്ന രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കണം. പിന്നെ ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം. എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല വേണം. 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. 1 ടീസ്പൂൺ കടുക് വേണം. കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഞാൻ ഒരു 2 ചെറിയ സവാള ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും ഒരു 4 ചെറിയ ഉള്ളിയും കൂടെ ഇതേപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് കടല വരട്ടിയത് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ കടല വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് കംപ്ലീറ്റ് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ചിടാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടും. നമ്മൾ ഓൾറെഡി കടലയ്ക്ക് ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് സവാളയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സവാള വഴന്നൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള വഴന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ കൂടി ഇതിനകത്തോട് ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് കുറവുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിനകത്തോട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളിയും ഉള്ളിയും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം ഇതൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ തക്കാളി അരച്ചത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കടലയും വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഈ മസാലയൊക്കെ നന്നായിട്ട് കടലയമ്മ പെരണ്ട് ഇരിക്കണം. അതേപോലെ നമുക്ക് നന്നായിട്ട് വെള്ളം വറ്റിച്ച് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അപ്പം നമ്മുടെ കടലയുടെ കുറേയൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവാനുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് ഇതിനകത്തോട്ട് പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വരട്ടി കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് വഴറ്റി കൊടുത്തു. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ കടലേമ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ഇല്ലാത്തവണ്ണം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവാണ് വേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പെരുംജീരകത്തിൻ്റെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരല്പം കൂടെ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി കടല വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് റെഡിയാക്കുമ്പോൾ കടല നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ട് വെള്ളം ഇതേപോലെ വറ്റിച്ചെടുക്കുക. ഈ 2 കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് കടല ഇതേപോലെ വരട്ടിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. വേണമെങ്കിൽ നിങ്ങൾക്കൊരല്പം വെളിച്ചെണ്ണ മേളിക്കൂടെ ഒന്ന് തൂവിക്കൊടുക്കാം. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ തേങ്ങയൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും മസാലയൊക്കെ നന്നായിട്ട് കടലേമ പിടിച്ച് കടല എങ്ങനെ അടിപൊളിയായിട്ട് വരട്ടിയെടുക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമുള്ളതിൻ്റെ ഒക്കെ കൂടെ കഴിക്കുക. ഇനിയിപ്പോൾ ഒന്നിൻ്റെ കൂടെ കഴിക്കാനില്ലെങ്കിലും വെറുതെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.